ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്നൊരു സജഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് നാളുകളായി തോന്നണല്ലോ വന്നിട്ട് നമുക്ക്. അതെ, നമ്മളെ സ്വന്തം സബ്സ്ക്രൈബർ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ചങ്ക് സബ്സ്ക്രൈബർ സ്റ്റാർട്ടിങ് മുതലേ ഉള്ള നമ്മളെ പേര് പറയുന്നില്ല, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഈ സീനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ തുടക്കം മുതൽ എന്താ പറയാ ഓൾമോസ്റ്റ് ഒരു 90% ഭാഗം വരെ നമ്മൾ ചിരിപ്പിച്ച കുറെ സീൻ ഉണ്ടായിരുന്നു. അവസാനം എന്താ പറയാ വലിയ കാര്യമായിട്ടുള്ള സീരിയസ് സംഭവമൊന്നും ഇല്ല, പക്ഷെ എന്നാലും എന്താ പറയാ ആ ഒരു ത്രിൽ മൊമെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ഫൺ എന്റർടൈനർ എന്ന് പറയാം. നമുക്കറിയാം മലയാളത്തിൽ ഒരു കിട്ടിലും സിനിമകൾ എടുക്കുന്ന ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലായത് ഒരു കട്ട എന്റർടൈനർ പടം എടുക്കുന്ന ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് വരുന്നൊരു പേരാണ് അൻവർ റഷീദ്. അപ്പൊ അൻവർ റഷീദിന്റെ നമ്മൾ പറയാം രാജമാണിക്യം, ചോട്ട മുംബൈ, അണ്ണൻ തമ്പി. അതിൽ നമ്മൾ ചോട്ട മുംബൈയിലെ സീനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലാലേട്ടൻ അഴിഞ്ഞാടിയ സിനിമ. ഇതിന്റെ ഷൂട്ടിംഗ് നടന്നത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു കൂടുതൽ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ ഏരിയ എന്നൊക്കെ കാരണം എന്താ പറയാ ബെന്നി പി നായരമ്പലാണ് ഇതിന്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്, സ്ക്രിപ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏരിയയിലുള്ള ആൾക്കാർക്ക് കുറെ ആളുകൾ ഷൂട്ട് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഈ മൂവിയുടെ 2007 കാലഘട്ടത്തിലായിരുന്നു ഇതിന്റെ എന്താ പറയാ റിലീസ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഓർമ്മകളിലോട്ടൊക്കെ നമുക്ക് പോവാം. പിന്നെ ഇത് കുറെ നാളായിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടും കുറെ കണ്ടിട്ട്. പിന്നെ വേറൊരു രസം എന്താ പറയുക ഇതിന്റെ അകത്ത് വെച്ചാല് ആ ലാലേട്ടൻ എന്താ പറയാ ആ ഒരു യൂത്ത് പോലെ വൈബിൽ ഭയങ്കരമായിട്ട് അല്ലെ മറ്റുള്ളവർ മണിക്കുട്ടന്റെ റേഞ്ചിൽ വരെ ആ ഒരു മാത്രല്ല സിദ്ദിഖും എല്ലാരും ജഗതി ചേട്ടൻ, അതായത് എല്ലാരും സീനിയർ ആക്ടേഴ്സ് ഒക്കെ ഭയങ്കര ആ ഒരു വൈബിലോട്ട് ഇറങ്ങിയിട്ട് അഭിനയിച്ചൊരു സിനിമ പോലെയാണ്. രാജൻ പി ദേവ്, സായികുമാർ, എന്റെ മോനെ എല്ലാവരും എന്താ പറയാ അവരുടെ ദി ബെസ്റ്റ് അങ്ങനെ അഴിഞ്ഞാടിയ പടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് നേരെ നമുക്ക് പോവാം, കാരണം കുറച്ച് ലെങ്തി സീനാണ്. നമുക്ക് നേരെ അപ്പം സീൻ എന്താന്ന് വെച്ചാല് ലാലേട്ടന്റെ ഇൻട്രോ ആണ്, പടത്തിന്റെ ഇൻട്രോ ആണ്. തുടങ്ങിയാലോ? പടത്തിന്റെ ഇൻട്രോ അല്ലേ? റെഡി അല്ലേ? മണിമ്പിള്ള രാജുവേട്ടാ പ്രൊഡക്ഷൻസ്. മോനെ ഒരു ലെങ്തി സീനാണ്, പക്ഷെ ആ ലെങ്തി സീനിന് ഭയങ്കര രസമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നല്ലേ ശരിക്കും. അത് എന്താ പറയാ ലാലേട്ടൻ ഇതിനകത്ത് കാണുന്ന സമയത്ത് അത്ര എൻജോയ് ചെയ്തിട്ട് അഭിനയിച്ച പോലെ ഉണ്ട് കാണുമ്പോ. എന്താ പറയാ ഒട്ടും തോന്നുന്നില്ല അഭിനയിക്കുകയാണ്. ആ ഒരു എന്താ പറയാ ആ ഒരു ഫെസ്റ്റിവൽ മൂഡില് ശരിക്കും ആ ഒരു ഫുള്ളായിട്ട് ജോളി അടിച്ച് ആ ഒരു യൂത്ത് വൈബ് കംപ്ലീറ്റ്ലി കൊണ്ടുവന്നല്ലേ. അങ്ങനെയാണ് എന്താ പറയാ മാസ് ഇടേണ്ട സ്ഥലത്ത് മാത്രമേ മാസമുള്ളൂ, അല്ലാണ്ട് ഫുള്ളായിട്ട് അങ്ങനെ മാസല്ല. അത് മാസ് കാണിക്കുന്ന കുറച്ച് കോമഡി രീതിയിലാണ്. എന്തായാലും നമ്മള് എന്താ പറയാ ആ സമയത്ത് നമ്മള് ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള പടമാണ്. എനിക്കൊന്നും ഇത് കുറേ വട്ടം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈവൻ എനിക്കൊന്നും ഇപ്പൊ വരെ ടിവിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ആട് സിനിമയിലൊരു ഹിറ്റ് ഫാക്ടർ എന്താ, അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും നമുക്ക് പേരറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഫേമസ് ആണ്. പടക്കം ബഷീർ അല്ലെ, പിന്നെ മുള്ളൻ ചന്ദ്രപ്പൻ, അങ്ങനെയുള്ള പേരുകളൊക്കെ ഭയങ്കര, അല്ലെങ്കിൽ നമ്മളെ പാമ്പ് ചാക്കോ ആ ഒരു പേരിൽ ഭയങ്കര അല്ലെ. അത് തന്നെയാണ് ശരിക്കും നമ്മൾ പറയില്ല, ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് ആ പേരുകളൊക്കെ ഓർക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഹിറ്റ് ഫാക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇതിനകത്ത് കുറെ ഇഷ്ടംപോലെ നല്ല നല്ല സീൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് നമുക്കൊരു സജഷൻ ആയിട്ട് വന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും സീൻസ് നമ്മൾ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. 10 നല്ല നല്ല വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. അതിലേക്ക് ബൈ ബൈ.